ഹലോ ഹലോ എവിടെ? ഞാൻ വീട്ടില്. പിന്നെ തമ്പുരാൻ അങ്ങോട്ട് വരും. ഓനാ മേശയിലുണ്ട് കുറച്ച് പൈസ എടുത്തു കൊടുക്കണ്ടോ. അത് ഞമ്മള് വേറൊരു ആവശ്യത്തിന് വേണ്ടി വെച്ചതല്ലേ. അതൊന്നും ഇപ്പൊ നോക്കണ്ട, ഞാൻ എടുത്തു കൊടുത്തലാ. എത്ര പറഞ്ഞിട്ട് കാര്യല്ല, അവനാന് നാളേക്കെന്നുള്ളൊരു ചിന്ത വേണ്ടേ. ആര് വന്ന് ചോദിച്ചാലും അപ്പം ഇങ്ങോട്ട് എടുത്തു കൊടുക്കും. നമ്മളെ ആവശ്യങ്ങളൊന്നും ഒന്നുമല്ല. ഏട്ടൻ വിളിച്ചിരുന്നില്ലേ? കുറച്ച് പൈസ ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ല, ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ വിളിച്ചിരുന്നല്ലോ, അപ്പൊ ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ഞാൻ ഒന്ന് വിളിച്ചോ. എപ്പൊ നോക്കിയാലും പൈസ ഉണ്ടോ ചോദിച്ചിങ്ങനെ കാണുന്നുണ്ടോ. എന്ത് ഇവിടെ നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലേ. വന്നോ? കിട്ടിയോ? നിനക്ക് കിട്ടിയോ? പൈസ കിട്ടിയോ? അത് കുഴപ്പമില്ല, ഞാൻ വേറെ ഞാൻ എന്നോട് നേരത്തെ വിളിച്ചല്ലേ ഓരോ പൈസ എടുത്ത് കൊടുക്കാൻ. എന്താ എടുത്തു കൊടുക്കാൻ? അതൊന്നുമില്ല. അതൊന്നും ഇല്ലാത്തത് ഞാൻ പറഞ്ഞല്ല, എന്നോട് ആ മേശയിലുണ്ട് പൈസ എന്നുള്ളത്. എടുത്തു കൊടുക്കാന് ആര് വന്ന് ചോദിച്ചാലും അപ്പൊ പൈസ ഇങ്ങനെ എടുത്തു കൊടുക്കും. നിനക്ക് നാളേത്തെ കുറിച്ചുള്ള വല്ല ചിന്തയും ബോധം ഉണ്ടോ? അവനാനിവിടെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലേ. അതെ, അവനാനോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം. അത് വേറെ ആരല്ല, അതിന്റെ അനിയനാണ്. ഓനൊരു കൊടുക്കുമ്പോ നമ്മളല്ല സഹായിക്കേണ്ടത്. ആ ഏട്ടനായിട്ട് ഞാൻ ഇവിടെ ഉണ്ടാവുമ്പോ എന്നോട് ചോദിക്കുമ്പോ ഞാൻ സഹായിക്കും. എന്നെ സഹായിക്കേണ്ടത് ഓരോ ആവും. മനസ്സിലായില്ലേ? കൊണ്ടുവരാ പൈസ ചെല്ല്. കൊടുക്ക പൈസ. പോയിന്നാ തോന്നണേ. പോയോ? ആചാര ചെറുക്കൊന്നാണ് തരണം. ഒരു മനുഷ്യനെ വാവിട്ട വാക്കും കൈവിട്ട ആയുധം പണ്ടൊരാൾക്കാർ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ. ഹലോ എടാ, ജിന്റെ അനിയന്റെ നമ്പർക്ക് ഒരു 3000 രൂപ അയച്ചു കൊടുക്കട്ടോ. ഇപ്പൊ തന്നെ അയച്ചു കൊടുക്കട്ടോ.